ഈ പെൺകുഞ്ഞുങ്ങളെ 8 മാസവും 6 മാസവും കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുപോയി കാത് കുത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഒരു വഴക്കുണ്ടായി. വഴക്കെന്തെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, കാത് എന്താണെന്നോ കമ്മൽ എന്താണെന്നോ വേദന എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, പെൺകുട്ടിയല്ലേ കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ, സമൂഹത്തിന്റെ കണ്ണിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ അവർ കാണണം, അവരെന്ത് പറയുന്നൊക്കെ വിചാരിച്ച് ഒരു പെൺകുഞ്ഞിനെ ഇത്ര നേരത്തെ വേദന കൊടുക്കുക, അത് ആവശ്യപ്പെടാത്ത ഒരു വേദന കൊടുക്കുന്നത് ശരിയാണോ? ഒരു തരത്തിൽ ദ്രോഹം തന്നെയല്ലേ കുഞ്ഞിനോട് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ നീ പെണ്ണാണ്, നീ പെണ്ണാണ്, നീ പെണ്ണാണ് എന്ന രീതിയിൽ ഒതുക്കുന്നതിലെ ആദ്യത്തെ ആണിക്കല്ലാണ് ഈ കാതുകുത്ത്. എന്തുകൊണ്ട് ആൺകുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കാതുകുത്തുന്നില്ല? ഇത് പെണ്ണാണ്, അത് ശരിയാണോ യഥാർത്ഥത്തിൽ? എന്തുകൊണ്ടാണ് ഇത് വളർന്ന് വലുതായ സൊസൈറ്റിയൊക്കെ ഫേസ് ചെയ്ത് വരുമ്പോൾ അച്ഛാ അമ്മ എനിക്ക് കാത് കുത്തണം എന്ന് ആവശ്യപ്പെടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെ വെയിറ്റ് ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോയി ഒരു വേദന കൊടുക്കുന്നത് ശരിയാണോ എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. അതിന് എതിർ സംസാരം ഉണ്ടായി, ഒരു വഴക്കുണ്ടായി. തിരിച്ചൊരു ചോദ്യം എൻ്റെ അടുത്ത് വന്നു, നീ നിന്റെ കുഞ്ഞിനെ അത് ആവശ്യപ്പെടുമ്പോൾ കാത് കുത്തിയാൽ മതി, പക്ഷെ അതുവരെ നീ നിന്റെ കുഞ്ഞിനെ ഏത് വസ്ത്രം ധരിപ്പിക്കും? അത് പെണ്ണായതുകൊണ്ട് പാവാട പോലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുമോ അതോ ആണുങ്ങളുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കും? ആ ചോദ്യം ലോജിക്കലി കറക്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിലും, കാരണം ഒന്ന് ഒരു ശരീരത്തിൽ മുറിവും പാടും ഉണ്ടാക്കുന്നതാണെങ്കിൽ മറ്റത് അത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കുന്നില്ലെങ്കിൽ സോഷ്യലി അതെങ്ങനെ ആ കുഞ്ഞ് എങ്ങനെ പ്രസന്റ് ആയി എന്നൊരു സംഭവം വരുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഈ ഒരു ചോദ്യത്തിൽ കാര്യമുണ്ട്, എന്ത് വസ്ത്രം ധരിപ്പിക്കും? ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആ കുട്ടിയെ പാവാട ധരിപ്പിക്കണം, അതൊരു ഒതുക്കലല്ലേ? അതോ പെൺകുട്ടിയെ ആൺകുട്ടികളുടെ വസ്ത്രം ധരിപ്പിച്ച് അതിനെ അപമാനിക്കും? ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിലുണ്ടായി. കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചപ്പോഴത്തേക്ക് ആൺലിംഗ വസ്ത്രം പെൺലിംഗ വസ്ത്രം എന്നൊന്നില്ല. ഓരോ കാലഘട്ടത്തിൽ സൗകര്യം അനുസരിച്ച് വസ്ത്രങ്ങൾ ഉണ്ടായി. ആണുങ്ങൾ പണ്ടേ ഓടും, ചാടും, മരം കയറും, യുദ്ധത്തിന് പോകും. അത്തരത്തിൽ ആണുങ്ങൾ അത്തരം ജോലികൾ ചെയ്യുന്നതുകൊണ്ട് അതിന് ഏറ്റവും സ്യൂട്ടാവുന്ന വസ്ത്രങ്ങൾ ഉണ്ടായി, പാന്റ് പോലുള്ള തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായി. മറിച്ച് ഇപ്പോഴത്തെ സൈഡിൽ പരമ്പരാഗതമായിട്ട് പെൺകുട്ടികളെ വീട്ടിൽ ഒതുക്കി വീട്ടുജോലികൾ ചെയ്യിപ്പിച്ച് ഭർത്താക്കന്മാരുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളുമായി കണ്ടതുകൊണ്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള വസ്ത്രം. അതുമല്ല, അന്നത്തെ കാലത്ത് തോന്നുന്നിടത്ത് ശൗചാലയം എന്നായിരുന്നല്ലോ, അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരണം, അതിന് സൗകര്യപ്പെട്ട ഒരു വസ്ത്രം പാവാട പോലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായി. പക്ഷെ ഇന്ന് ഏത് കാലമാണ്? പാവാട ഇട്ടാലും ഇത് പാന്റ് ഇട്ടാലും ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ? ഒരു കുട്ടി വലുതാകുമ്പോഴത്തേക്ക് ഞാൻ അന്ന് ഇത്ര കൂടിയ വസ്ത്രമാണോ, ഇത്ര കുറഞ്ഞ വസ്ത്രമാണോ, ആണുങ്ങളെ വസ്ത്രമാണോ, പെണ്ണുങ്ങളെ വസ്ത്രമാണോ ഇട്ടിരുന്നതെന്ന് ഒരു ബോധം ഉണ്ടാവാത്ത കാലഘട്ടത്തിലായിരിക്കും. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടത്, ഒരു പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും അത് വലുതായിട്ട് ആണായി ജീവിക്കണോ പെണ്ണായി ജീവിക്കണോ എന്നത് അതിന്റെ സ്വതന്ത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രസന്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫ്യൂച്ചറിൽ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ളപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിലൊക്കെ വലിയ കാര്യമുണ്ടോ? പാരന്റ്സിന്റെ സാമ്പത്തികത്തിന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഉള്ള വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യണം എന്നല്ലാതെ അവർ പെണ്ണായതുകൊണ്ട് ഇങ്ങനെ ആണായതുകൊണ്ട് ഇങ്ങനെ ആരെ കാണിക്കാനാണ്? എന്തിനാണ്? ആ കുഞ്ഞിനൊരു ബോധം ഉണ്ടാവില്ല എന്നാണ് എന്റെ മനസ്സിൽ തോന്നിയത്. നിങ്ങളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ, അത് ആണായാലും പെണ്ണായാലും ശരി, നിങ്ങൾ അതിനൊരു കാര്യം ചെയ്യുമ്പോൾ, അതിനെന്തെങ്കിലും മേടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതിന് പെൺകുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഇല്ല ആൺകുഞ്ഞായിരുന്നെങ്കിൽ അവർക്ക് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഓർത്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. പെണ്ണായതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെയ്യുന്ന പാർഷ്യാലിറ്റി തന്നെയാണത്.